Welcome to MrUnbox and Travel. In the unboxing and review on the smartphone, Honor latest title Honor X7C. This smartphone വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഏകദേശം 10 ദിവസത്തിനടുത്തായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സമയം കളയേണ്ട ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഹോണർ കമ്പനിക്കും പ്രകൃതിയോടുള്ള സ്നേഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. ബോക്സിനകത്ത് നമുക്ക് ഹോണർ X7C സ്മാർട്ട്ഫോൺ കൂടാതെ ആകെ ലഭിക്കുന്നത് ഒരു സിം ഇജക്ടർ ടൂൾ എല്ലാ സ്മാർട്ട്ഫോണിലുള്ള പോലെ തന്നെ, അതുകൂടാതെ ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഇത്രയും നാൾ നൽകിയിരുന്ന ചാർജർ അഡാപ്റ്റർ ഇനി മുതൽ ഹോണർ സ്മാർട്ട്ഫോണിലും ലഭിക്കില്ല. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ അവൈലബിൾ ആകുന്നത്. ഫോറസ്റ്റ് ഗ്രീന്, മിഡ് നൈറ്റ് ബ്ലാക്ക്, മൂൺലൈറ്റ് വൈറ്റ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പാനലും ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു ഗ്രീൻ കളറിലും വൈറ്റ് കളറിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. എനിവേ 8.24 mm ബോഡി തിക്നെസ്സും 201 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. താഴ്വശത്തായിട്ട് നമുക്കൊരു 3.5 mm ഇയർഫോൺ ജാക്ക്, ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് SGSന്റെ 5-star റേറ്റഡ് സ്മാർട്ട് ഫോൺ ആണ്. അതായത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നാണ് കമ്പനി പറയുന്നത്. നിലത്തൊക്കെ വീണാൽ അത്ര പെട്ടെന്ന് പൊട്ടില്ല എന്നാണ് പറയുന്നത്. എനിവേ IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നാൽ തന്നെ സാനിറ്റൈസർ ചെറുതായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.77 ഇഞ്ചിന്റെ TFT LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 850 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ അല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്, വെറും HD+ റെസൊല്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്ര ഒരു ന്യായീകരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 120 Hzൻ്റെതാണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഓവറോൾ ഒരു നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ ആ ഒരു ഫുൾ HD+ കൊടുക്കാത്തത് ഒരു ചെറുതായിട്ടൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടാണ്. ഹാർഡ്വെയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 685 എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.8 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അതുപോലെ തന്നെ Adreno 610 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. പെർഫോമൻസ് വൈസ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാനിതിൽ കളിച്ചിട്ടുള്ളത് Asphalt 9 ആണ്. അത്തരത്തിലുള്ള ചെറിയ ഗെയിം, അത് ചെറിയ ഗെയിം എന്നല്ല, അത്തരത്തിലുള്ള ഒരു നോർമൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ പെർഫോമൻസ് വൈസ് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗെയിമിംഗ് നമുക്കിതിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ 8GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻസിലാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആണ്. ചില രാജ്യങ്ങളിൽ 6GB + 128ലും അവൈലബിൾ ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിലാണ്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. അപ് ടു 8GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. Android 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാജിക് OS വരുന്ന 8.0 ആണ്. ഇപ്പോഴും ചിലർക്കെങ്കിലും ഒരു സംശയമാണ്, ഹോണർ സ്മാർട്ട് ഫോണുകൾക്ക് പ്ലേ സ്റ്റോർ ഉണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല. സാധാരണ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. പക്ഷേ ചെറുതായിട്ട് നമുക്കിതിൽ ബ്ലോട്ട്വേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് ചില സമയത്ത് നമുക്ക് ഹാർഡ്വേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാറ്ററി തന്നെയാണ്. 6000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മറ്റ് ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ചെയ്യുന്ന പോലെ തന്നെ പ്രകൃതി സ്നേഹം കാരണം ചാർജർ അഡാപ്റ്റർ ബോക്സിനകത്ത് ഉൾപ്പെടുത്തില്ല. പക്ഷേ ഖത്തറിൻ്റെ കാര്യം, നിലവിൽ 35 വാട്ടിൻ്റെ ഒറിജിനൽ ചാർജർ FOC അഥവാ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം കൊടുക്കുന്നുണ്ട്. അതെനിവേ ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇനി ഖത്തറിൻ്റെ കാര്യമാണ്, മറ്റുള്ള രാജ്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ചാർജർ അഡാപ്റ്റർ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ
നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു സംശയമില്ല 1.5 ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കിൽ ആനിമേഷൻ്റെ ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 3 ക്യാമറ ഉണ്ടെന്ന് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി 2 ക്യാമറ മാത്രമേ ഉള്ളൂ. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. എനിവേ റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ക്യാമറ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എസ്പെഷ്യലി ഡേ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അതും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഭയങ്കര ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലല്ല, ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസിൽ ചില സമയത്ത്, അതായത് എസ്പെഷ്യലി നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചില നേരത്ത് നമുക്ക് ഒരു HDRൽ ഒരു ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് HDR പെർഫോമൻസിന് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡേ ലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്ര ഒരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ റിയർ ക്യാമറയെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് സെൽഫി ഫോട്ടോസിൽ എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഫേസിലും കാര്യങ്ങളൊക്കെ സെൽഫി ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ്. വീഡിയോയിൽ നമുക്ക് അല്പം ഷേക്കിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ വൈസ് വലിയ രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ HDR പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് സെൽഫിയിൽ കാണാൻ സാധിക്കുന്നത്. HDR സപ്പോർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇത്തിരി വൈറ്റിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256 GB 589 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 13,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. ആകെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഡിസ്പ്ലേയിൽ ഫുൾ HD+ന് പകരം അവർ HD+ കൊടുത്തതാണ് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ഈ പറഞ്ഞ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ലൈഫ് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണം. അതുപോലെ തന്നെ വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊരു നോർമലായിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെയാണ് തേടുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഈ ചില ഹോട്ടൽസിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തേടുന്ന സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Honor X7C എന്ന് പറയുന്നത്. ഇപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നത്. എനിവേ എന്നും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.